വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. BJP കൗൺസിലർ അനിൽകുമാറിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അനിലിന്റെ ഭാര്യ ചില കാര്യങ്ങൾ തന്നോട് വിഷമത്തോടെ പറഞ്ഞിരുന്നു. അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അനിലിന്റെ മരണത്തിന് പിന്നിൽ സ്വന്തമെന്ന് അനിൽ കരുതിയ ആൾക്കാരുടെ ചതിയാണ്. സ്വന്തം എന്ന് പറയുന്നത് BJP RSSകാരാണല്ലോ, മാർക്സിസ്റ്റുകാർ അല്ലല്ലോ. സർക്കാരിനെയും CPMനെയും കുറ്റപ്പെടുത്തി BJP നടത്തുന്ന സമരം അപഹാസ്യമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അനിലിന്റെ ആത്മഹത്യക്ക് പിന്നിൽ വലിയശാല ഫാം ആൻഡ് ടൂറിസം സഹകരണ സംഘത്തിലെ ലോൺ തിരിച്ചടയ്ക്കാത്തതാണെന്ന് പറഞ്ഞ മന്ത്രി CPIMും സർക്കാരുമല്ല ലോൺ എടുത്തതെന്ന് പറഞ്ഞു. അന്വേഷണം നടക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരാണ് ആത്മഹത്യക്ക് ഉത്തരവാദികൾ. ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അടിയന്തരമായി സഹകരണ വകുപ്പ് ഈ കാര്യം പരിശോധിക്കും. അനിലിന്റെ ആത്മഹത്യയിൽ RSS നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കരമന ജയനും രാജീവ് ചന്ദ്രശേഖരനും അനിലിന്റെ ഭാര്യയെ കാണാൻ ചെന്നപ്പോൾ അവർ നിലവിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ചേട്ടൻ വന്ന് കണ്ടതല്ലേ എന്ന് പറഞ്ഞിരുന്നു. രാജീവ് ചന്ദ്രശേഖരെയും കരമന ജയനെയും അനിൽ കണ്ടിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. അനിലിന്റെ ആത്മഹത്യക്കുറിപ്പിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ ഉചിതമായ അന്വേഷണം നടത്തണം. താൻ വിശ്വസിച്ചവർ തന്നെ ചതിച്ചു എന്ന നിലയിലാണ് കുറിപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചുവെന്നും മറ്റ് നടപടികൾക്ക് പോകാത്തത് തിരിച്ചടയ്ക്കാൻ കാലതാമസം ഉണ്ടാക്കിയെന്നും കത്തിലുണ്ട്. ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അനിലിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് BJPക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്നും മന്ത്രി ചോദിച്ചു. അനിൽകുമാർ നല്ല RSSകാരനാണ്, ആത്മാർത്ഥയുള്ള ആളാണ്. ഈ അവസരം ആയതുകൊണ്ട് പറയുന്നതല്ല. ഈ ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അനിലിന്റെ ആത്മഹത്യയെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. വളരെ ദയനീയമായ സ്ഥിതിയാണ്. സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇതൊരു അനുഭവമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മന്ത്രി പ്രതികരിച്ചു. ഇന്ത്യയൊട്ടാകെയുള്ള അയ്യപ്പ ഭക്തന്മാരുടെ പിന്തുണ ലഭിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. അതിൽ KC വേണുഗോപാൽ വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന് മന്ത്രി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരനെതിരെയും മന്ത്രി വിമർശനം ഉന്നയിച്ചു. രാജീവ് ചന്ദ്രശേഖർ എന്ത് വിചാരിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ സാധിക്കുകയില്ലെന്ന് മന്ത്രി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകയെ അവഹേളിച്ചത് തരംതാണ പ്രവൃത്തിയാണ്. അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇതിൽ രാജീവ് പരസ്യമായി മാപ്പ് പറയണം. രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും സംസാരിക്കുന്നത് ഭീഷണിയുടെ സ്വരത്തിലാണ്. ഇത് കേരളമാണ്, അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. മറ്റ് സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരെ ചിലപ്പോൾ വിരട്ടാനും ഭീഷണിപ്പെടുത്താനും കഴിയുമായിരിക്കും. പക്ഷേ കേരളത്തിൽ ആ സ്ഥിതിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.